Hello everyone, I am Dr. Anjali Abraham, Assistant Professor, Department of English, MA College, Kodamakalam. In this class, we are going to study the section Morphology. We already learnt about phonology. Here morphology is a part of linguistics that deals with the study of the structure of words. It can be called morphology or morphemics. It is a study of how morphemes are put together or organized to form words. That is, the structure of words in terms of morphemes. Let us look what is a morpheme. Morphemes. Morphology is study of morphemes. Let us look one example for morpheme. Consider this word rewrite. Yes, rewrite. We know that there are two units in this word, re and write. Such units are called morphemes. Okay. So, the word rewrite is made up of two morphemes, re and write. Let's look another example, unfaithful. The word unfaithful. How many morphemes are there? Yes, un, faith, and full. Okay, so the word dehumanization has four morphemes. Dehuman is Asian. Okay, dehuman is and Asian. So each of these units are called morpheme, and we know that each morpheme has a meaning also. The morpheme may therefore be defined as the smallest meaningful unit in the structure of a language. What's the definition of morpheme? Morpheme is the smallest meaningful unit in the structure of a language. The smallest meaningful unit means a unit which cannot be divided further without destroying or drastically altering the meaning. അതായത് ഒരു മീനിങ്ങിന് വ്യത്യാസം വരാതെ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലാത്ത ഏറ്റവും സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റിനെയാണ് മോർഫീം എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് മാത്രം യൂണിറ്റ് അല്ല, മീനിങ്ഫുൾ കൂടിയാണ്. ഫോർ എക്സാമ്പിൾ റൈറ്റ് എന്ന് പറയുന്നത് WRIT റൈറ്റ് ഒരു സിംഗിൾ മോർഫീമാണ്. ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡ്, കാരണം അത് ഡിവൈഡ് ചെയ്താൽ ഇപ്പം ഈ റൈറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു സിംഗിൾ മോർഫീമാണ് അല്ലേ. ഇവിടെ ഈ റീറൈറ്റ് എന്നുള്ള വേർഡിൽ രണ്ട് മോർഫീം ഉണ്ട്, റീ ആൻഡ് റൈറ്റ്. പക്ഷെ റൈറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു സിംഗിൾ മോർഫീമാണ്. ഈ റൈറ്റിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത റൈ ആൻഡ് ടേൺ ആവുമ്പോൾ അതിനവിടെ മീനിങ്ങിന് വ്യത്യാസം വരും. അതായത് അവിടെ ഒരു മീനിങ് ഇല്ല. അപ്പം അത് മോർഫീമാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ആയിട്ട് മോർഫീമിനെ പറയുന്നത്. മോർഫീം കനോട്ട് ബി ഡിവൈഡഡ് എന്ന് പറയുന്നതിന് കാരണം ഒരു മീനിങ് ഉള്ളതാണ് മോർഫീം, അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഈച്ച് സെഗ്മെന്റ് ഹാവിങ് എ സെപ്പറേറ്റ് മീനിങ് റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് ദി whole word, and this word which is divisible into meaningful units consists of two. But റീറൈറ്റിൽ നമുക്കറിയാം ടു മോർഫീംസ് ഉണ്ട് അല്ലേ. റീ എന്ന് പറയുന്ന അത് ഒരു മീനിങ് ചെറുതായിട്ടുണ്ട് അതിന് അല്ലേ. അതുപോലെ അൺഫെയ്ത്ത്ഫുള്ളിനും നമുക്ക് മൂന്ന് മീനിങ്ഫുൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ സിംഗിൾ ഫോണീം മേ ബി എ മോർഫീം എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ എന്താണ് ആർട്ടിക്കിൾസ്, അതൊക്കെ മോർഫീംസിൽ വരും. അതൊരു ആർട്ടിക്കിൾ ആണ് എന്നുള്ള രീതിയിൽ മോർഫീമിൽ നമുക്ക് പറയാം. ബോയ്സിൻ്റെ എസ് എന്നുള്ളത് അത് നമുക്ക് മോർഫീമായിട്ട് പറയാം. അപ്പോൾ ബോയ്സിൽ രണ്ട് മോർഫീം ഉണ്ട്, ബോയും എസ്സും. പിന്നെ കിക്റ്റിൻ്റെ ED നമുക്ക്, കാരണം അത് പാസ്റ്റ് ടെൻസ് എന്നുള്ള രീതിയിൽ നമുക്കതൊരു മീനിങ്ഫുൾ യൂണിറ്റ് ആയിട്ട് പറയാം. ഒരു മീനിങ്ഫുൾ വേർഡ് അല്ല, പക്ഷെ മീനിങ്ഫുൾ യൂണിറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, മോർഫീം എന്ന് പറയുമ്പോൾ ഒരു മീനിങ് ഉള്ളൊരു വേർഡിനെ മാത്രമല്ല നമ്മൾ മോർഫീം എന്ന് പറയുന്നത്, പിന്നെ ഒരു യൂണിറ്റിനെയും കൂടിയാണ്. അത് ED നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുന്ന സാധാരണ കിക്ക്, കിക്ക്ഡ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. ഇപ്പോൾ കീപ്റ്റ് അത് വരുന്നില്ല. ED ചേർത്തിട്ടുള്ള പാസ്റ്റ് ടെൻസുകളുണ്ടല്ലോ, അതിലെല്ലാം ED എന്ന് പറയുന്നത് മാത്രം എടുത്താൽ അതൊരു മോർഫീമാണ്. ഓക്കെ, നെക്സ്റ്റ്
ഇപ്പം നമ്മൾ പറഞ്ഞ എസ് ഇസഡ് അതൊക്കെ മോർഫിംസ് തന്നെയാണ്. സോ എ മോർഫിം മേ ഫർദർ ബി ഡിസ്ക്രൈബ് ആസ് എ മീനിങ്ഫുൾ phoneme or series of phonemes which not further divisible without destruction of meaning in a given language. So some linguists describe morphemes as smallest recurrent elements of grammatical pattern. ചില ലിംഗ്വിസ്റ്റിക്സ് ഗ്രാമാറ്റിക്കൽ പാറ്റേണിൻ്റെ ഒരു റെക്കറൻറ്റ് എലമെൻറ്റ്സിനെയും മോർഫീംസുമായി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ റിസീവ് എന്ന് പറയുമ്പോൾ അതിൽ CIV ഉണ്ടല്ലോ, അത് ഗ്രാമാറ്റിക്കൽ പാറ്റേൺ ആണല്ലോ. റിസീവിലുണ്ട്, പിന്നെ കൺസീവിൽ, പെർസീവിലൊക്കെ ഉള്ള, അപ്പോൾ അതിനെ മാത്രമായിട്ടും ഒരു മോർഫിയമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷെ ചില ലിംഗ്വിസ്റ്റിക്സ് കൺസിഡർ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. അത് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ അതിൽ മോർഫിയം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. The clever girls trick the naughty boys. First sentence ആണ്. Next, the boys played football. Can you find out morphemes here? How many morphemes are there in the first sentence? Yes, the clever girls trick the boy. The, yes, the is one morpheme. Clever girls trick ed ഉണ്ട്. The girls ന്റെ s ഉണ്ട്. Girl s, trick the naughty boy s. So how many morphemes are there? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 morphemes ഈ സെൻറ്റൻസിൽ ഉണ്ട്. Okay, I think now you understood what is morpheme. Next sentence, see, the boys played football. How many morphemes are there? Yes, the boy s, play ed, football. How many? 1, 2, 3, 4, 5, 6, 7 morphemes. So these are called morphemes. Okay. Next, let us look what is the relationship between morphemes and phonemes. Morphemes and phonemes. What is morphophonology? The part of linguistics concerned with the relation between morphemes and phonemes is called morphophonemics or morphophonology, and it is concerned with the phonemic shapes which represent morphemes. Morphemes and phonemes are distinct linguistic units. We already learned about phonemes in phonology, and the basic difference between the two is that phonemes have no relationship with the content side of language. That is, they have no meaning. ഫോണീംസിൽ നമ്മൾ മീനിങ് ഇല്ലാത്തതും, ഇപ്പം സൂ എന്ന് പറയുന്ന വേർഡിൽ സൂ എന്ന് പറയുന്ന വേർഡിൽ സെഡ് ഫൊണീമാണ്. അവിടെ സെഡിന് മാത്രമായിട്ടൊരു മീനിങ് ഉണ്ടോ? ഇല്ല. പക്ഷെ മോർഫീംസിൽ അങ്ങനെ തന്നെ സെഡ് ഉണ്ടാകും, പക്ഷെ അതിനൊരു മീനിങ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബെഗ്സിന് നമ്മൾ ജി ഉള്ളതുകൊണ്ട് ബെഗ്സ് എന്നാണ് പറയുന്നത്. അവിടെ ഇസഡിന് ഒരു മീനിങ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലൂറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമാറ്റിക്കൽ മീനിങ്ങും കൂടെ നോക്കിയിട്ടാണ് മോർഫീംസ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഫോണീംസിന് ഒരു മീനിങ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ദ ഫോണീം belongs to the sound system of a language, while the morpheme belongs to the grammatical system. While phoneme is a unit of sound, morpheme is a unit of meaning. That is the difference. ഓക്കെ, അപ്പോൾ സെസ്റ്റിലെ സെഡിന് അല്ലെങ്കിൽ സൂമിൻ്റെ സെഡിന് ഒന്നും പ്രത്യേകിച്ച് മീനിങ് ഇല്ല. ഓക്കെ, സോ ഇപ്പം സ്റ്റാൻസ്, ഹക്സ്, പിന്നെ റൺസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എസ്സിന് മീനിങ് ഉണ്ട്. കാരണം അത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു എന്നുള്ള അതാണ്. ഇപ്പോൾ ബെക്സിൽ സെഡിൻ്റെ മീനിങ് ഉണ്ട് അല്ലേ, കാരണം അത് പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ പ്ലൂറലല്ല, ബെക്സിൽ പ്ലൂറലല്ല, എന്താണ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത്. സോറി, പ്ലൂറലല്ല, പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളവിടെ എസ് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു മീനിങ് ബെക്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ബോയ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നു എസ് അല്ലേ. അപ്പോൾ ആ എസ്സും ഫോണീമാണ്, മോർഫ്യമാണ്, പക്ഷേ അവിടെ ഡിസ്റ്റിങ്ക്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് എന്നുള്ള അർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത്.
ഇനി വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോർഫീംസ് ആൻഡ് സിലബിൾസ് നമുക്ക് നോക്കാം. നമുക്കറിയാം സിലബിൾ എന്താണെന്ന് വി ഓൾറെഡി ലേൺഡ് അബൌട്ട് ദി സിലബിൾ അല്ലേ. ഒരു മീനിങ് ഉള്ള ഒരു പാർട്ടിനെയാണ് നമ്മൾ സിലബിൾ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് സിലബിൾസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്പർ ഓഫ് സിലബിൾസ് ഇൻ എ വേർഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് പ്രൊമിനൻറ്റ് സൗണ്ട്സ് ഓർ ന്യൂക്ലിയസ് ഇൻ ഇറ്റ്. നമ്മൾ പഠിച്ചു സിലബിൾസിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു വേർഡിൻ്റെ പ്രൊമിനൻറ്റ് പോർഷനാണ്, പ്രൊമിനൻറ്റ് സൗണ്ട് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. while the number of morphemes depends on the number of meaningful units. പക്ഷേ മോർഫീംസിൻ്റെ നമ്പർ നമ്മൾ മീനിങ്ഫുൾ യൂണിറ്റ്സ് എന്തോരം ഉണ്ടെന്ന് നോക്കിയാണ് അറിയുന്നത്. A morpheme may consist of one or more syllables and a syllable may consist of one or more morphemes. For example, the single morpheme eat അതൊരു സിംഗിൾ സിലബിൾ ആണ്. പക്ഷേ ഈറ്റ്സ് എന്ന് പറയുമ്പോൾ ഈസ് ഇസ് ഓൾസോ എ സിംഗിൾ സിലബിൾ ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് 2 morphemes. ഏതൊക്കെയാണ്? ഈറ്റ് എന്ന് പറയുന്ന മോർഫീം ഉണ്ട്, എസ് എന്ന് പറയുന്ന മോർഫീം ഉണ്ട് ഈറ്റ്സിൽ അല്ലേ. പക്ഷേ ഈറ്റ്സ് എന്ന് മാത്രം പറയുമ്പോൾ സിലബിളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് സിംഗിൾ സിലബിളായിട്ടല്ലേ എടുക്കുകയുള്ളൂ. നമ്മൾ ടേക്ക് ഫോർ എക്സാമ്പിൾ ടേക്ക് എന്ന് പറയുകയാണെങ്കിൽ ടേക്ക് ഒരു സിംഗിൾ സിലബിളാണ്. പക്ഷേ അത് ടേക്സ് എന്ന് പറയുമ്പോൾ അവിടെ 2 യൂണിറ്റ് ഉണ്ട് മീനിങ് ഉള്ളത്, ടേക്കും എസ്സും, പ്രസൻറ്റ് ടെൻസ് കാണിക്കുന്ന എസ്സും. അപ്പോൾ അതുകൊണ്ട് അവിടെ 2 മോർഫീംസ് ആണുള്ളത്. അതാണ് മോർഫീമും സിലബിളും തമ്മിലും വ്യത്യാസം. അതാണ്. അതുപോലെ എലഫൻ്റ് ഒരു സിംഗിൾ മോർഫീമാണ്, ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് എത്ര സിലബിളുണ്ട്? യെസ്, 3 syllables ഉണ്ട് എലഫൻറ്റ്. പിന്നെ ഡീഹ്യൂമനൈസേഷൻ ഹാസ് 4 morphemes, പക്ഷെ അവിടെ 6 syllables ആണ് ഉള്ളൂ അല്ലേ. 6 syllables ഉണ്ട് ഡീഹ്യൂമനൈസേഷനിൽ. ഓക്കെ, അപ്പോൾ വി ക്യാൻ ബ്രേക്ക് എ വേർഡ്സ് ഇൻ ടു morphemes, syllables and phonemes. Okay. Next, allomorphs. Let's look what are allomorphs. We already learned about morpheme. Okay, a morpheme has been defined as a unit of meaning in the grammatical system of a language. Thus, if we pronounce the word sing, S-I-N-G, sing, sing, this is a morpheme. Let's sing is a morpheme, but singing is not one morpheme because it contains 2 units of meaning. Sing and ing. See, sing and ing. So singing contains 2 units of meaning. Okay, so and hence it consists of 2 morphemes. അപ്പോൾ അത് ഒരു 1 morpheme അല്ല. സിംഗ് ഉണ്ട്, സിംഗിങ് എന്ന വേർഡിൽ സിംഗ് ഒരു മോർഫീമാണ്, ing ഒരു മോർഫീമാണ്. നമ്മൾ പറഞ്ഞു മോർഫീം എന്ന് പറയുമ്പോൾ നമ്മൾ മീനിങ്, ഇപ്പോൾ ing ഇവിടെ മീനിങ് കാണിക്കുന്ന ഗ്രാമാറ്റിക്കൽ മീനിങ് ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ടെൻസ്, കണ്ടിന്യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് കാണിക്കാനായിട്ട് ചേർക്കുന്ന ing എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സിംഗ് ing 2 മോർഫീംസ് ഉണ്ട് സിംഗിങ് എന്ന വേർഡിൽ അല്ലേ. ഓക്കെ, അപ്പോൾ hence it consists of 2 morphemes and ing has a grammatical function to indicate the action is in progress. But some morphemes have only a single form in all contexts, like the ing in English words like singing, going, crying, laughing, etc. But some morphemes are realized in variant forms. For example, the plural morpheme realized as നമുക്കറിയാം ചില മോർഫീംസ് വേരിയൻറ്റ് ഫോംസിലാണ് കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ പ്ലൂറൽ മോർഫീംസ് അല്ലേ. എസ്, പെറ്റിന് പെറ്റ്സ് എന്നല്ലേ പറയുന്നത്, ബാഗ് ബാഗ്സ് അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പെറ്റ്സ്, അപ്പോൾ എസ് ചില പ്ലൂറൽ മോർഫീം നമ്മൾ പറയുമ്പോൾ സെഡ് ചേർത്താ പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. അത് ഏതൊക്കെയാണ്? ബീ, ബീസ്, ലെഗ്സ് അല്ലേ. ചിലത് പറയുമ്പോൾ നമ്മൾ ഗ്ലാസസ് എന്നൊക്കെ പറയുമ്പോൾ ES ചേർക്കുന്നുണ്ട് അല്ലേ. ES പഠിച്ചിട്ടില്ലേ? ES ചേർത്ത പ്ലൂറൽ ഗ്ലാസസ്. അപ്പം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഗ്ലാസിസ് ഇസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതായത് ഗ്ലാസ്, ഗ്ലാസസ്, വേസ്, വേസസ് അതൊക്കെ നമ്മൾ ഇസഡ് ആണ്, IZ ആണ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ. അല്ലാത്തപ്പോൾ നമ്മൾ പറയുമ്പോൾ ES ആണ് ചേർക്കുന്നത് പ്ലൂറൽ മോർഫീമിന് വേണ്ടി. അപ്പോൾ ഇവിടെ ES, ഇസഡ്, ES, മറ്റേ പെറ്റ്സിൻ്റെ ലെഗ്സിൻ്റെ എസ്, ഇസഡ്, ES ഇതെല്ലാം എന്താണ്? മോർഫീംസ് ആണ് അല്ലേ. അപ്പോൾ പെറ്റ്സിൽ പെറ്റ് ഒരു മോർഫീമാണ്, ഇസഡ് എന്ന മോർഫീം പ്ലൂറൽ. അപ്പോൾ
ഇതിൽ ഇസഡ് ആണ് പ്ലൂറൽ മോർഫിം, ഇതിൽ എസ് ആണ്, ഇതിൽ IZ ആണ് പ്ലൂറൽ മോർഫിം അല്ലേ, പ്ലൂറൽ മോർഫിം. അപ്പൊ ഈ പ്ലൂറൽ മോർഫിമായ എസ്സിന് തന്നെ പല വേരിയൻസ് നമ്മൾ കണ്ടു അല്ലേ. എസ് കണ്ടു, ഇസഡ് കണ്ടു, IZ കണ്ടു. ഈ എസ് വരുന്നത് സാധാരണ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിന് ഇങ്ങനെ ഗ്രാമാറ്റിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതായത് എസ് വരുന്നത് വോയിസ്ലെസ് കോൺസണന്റ് വരുമ്പോഴാണ് എസ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പം സ്റ്റെപ്പ് എന്നുള്ള വേർഡിന്റെ പിന്നെ കൂടെ പ്ലൂറൽ മോർഫിം എസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പി ഉണ്ടല്ലോ, പി വോയിസ്ലെസ് കോൺസണന്റ് ആണ്. വോയിസ്ഡും വോയിസ്ലെസ്സും ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ ഫൊണറ്റിക്സിൽ. അപ്പോൾ വോയിസ്ലെസ് കോൺസണൻസിന്റെ പ്രൊസീഡിങ് ആണെങ്കിൽ, അപ്പൊ ഒരു പ്ലൂറൽ വേർഡിൽ വോയിസ്ലെസ് കോൺസണന്റ് പ്രൊസീഡിങ് ആയിട്ട് വരുവാണെങ്കിൽ അവിടെ എസ് ആണ് ചേർക്കുന്നത്. അതല്ല പ്രൊസീഡിങ് ആയിട്ട് വരുന്നത് വോയിസ്ഡ് കോൺസണന്റ് ആണെങ്കിൽ അവിടെ ഇസഡ് ആണ് ചേർക്കുന്നത്. ഓക്കെ, നോക്കി പിയും ടിയും ഒക്കെ വോയിസ്ലെസ് ആയതുകൊണ്ട് അവിടെ എസ് ആണ്. പക്ഷെ ബീസിൽ അങ്ങനെയല്ല, ലെക്സിൽ അങ്ങനെയല്ല, ജി വോയിസ്ഡ് കോൺസണന്റ് ആണ്. അപ്പോൾ വോയിസ്ഡ് ആണെങ്കിൽ പ്രൊസീഡിങ് ആയിട്ട് വരുന്നത്, പ്രൊസീഡിങ് എന്ന് പറഞ്ഞാൽ എസിന് തൊട്ട് മുമ്പ് വരുന്നത് ജി വോയിസ്ഡ് ആണെങ്കിൽ അവിടെ ഇസഡ് ആണ് നമ്മൾ ഇതാക്കുന്നത്. മറ്റേ വോയിസ്ലെസ് കോൺസണന്റ് ആണെങ്കിൽ എസ് എന്നാണ്. മറ്റേ ലെഗിന്റെ പ്ലൂറൽ ലെഗ്സ് എന്നല്ലേ പറയുന്നത്, ലെഗ്സ് അല്ലേ, അത് അതുകൊണ്ടാണ്. പിന്നെ ഈ IZ വരുന്നത് വേറെ ചില വാക്കുകൾ, ഇപ്പം എസ്, ഇസഡ്, ച, ജ, യ, ഴ നമ്മൾ പഠിച്ച ഇത്രയും കോൺസണൻസ്, ച, ജ, ഴ, ഴ, സ്, ജ, ഇത്രയും ഇങ്ങനത്തെ കോൺസണൻസിന്റെ ആണ് പ്രൊസീഡിങ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ IZ ആണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ES ആണ് ചേർക്കുന്നത്. ES നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഗ്ലാസസ് എന്നാണ്. അപ്പോൾ ഇതാണ് ഈ പ്ലൂറൽ മോർഫിമിന്റെ തന്നെ വേരിയന്റ് ഫോംസ് ഇതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയന്റ് ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലോമോർഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലൂറൽ മോർഫിമിന് തന്നെ നമ്മൾ ഇത്രയും വേരിയൻസ് കണ്ടു. ഇതിനെയാണ് അലോമോർഫ്സ് ഓഫ് ദ പ്ലൂറൽ മോർഫിം എന്ന് പറയുന്നത്. അപ്പോൾ ആൻ അലോമോർഫ് മേ ബി ഡിഫൈൻഡ് ആസ് എ വേരിയന്റ് കോൺക്രീറ്റ് റിയലൈസേഷൻ ഓഫ് എ മോർഫിം which occurs in certain definable environment. When a morpheme is thus represented sometimes by one phonetic shape and sometimes by another or others, we say that morphemes stand in alternation ലാണ് എന്ന് പറയും. അതായത് ചില സ്ഥലത്ത് ഈ പ്ലൂറൽ മോർഫിമായ എസ് തന്നെ ചില സ്ഥലത്ത് എസ് ആണ്, ചില സ്ഥലത്ത് ഇസഡ് ആണ്, ചില സ്ഥലത്ത് IZ ആണ് അല്ല. അപ്പോൾ ഈച്ച് ഓഫ് ദീസ് റെപ്രസെൻറ്റേഷൻ, ഓരോ റെപ്രസെൻറ്റേഷനെയും മോർഫ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ദ മോർഫ്സ് വിച്ച് റെപ്രസെൻറ്റ് എ പർട്ടിക്കുലർ മോർഫിം, ഒരു പർട്ടിക്കുലർ മോർഫിമിൽ പല ടൈപ്പ് മോർഫുകൾ ഉണ്ടാവും. MORPHS മോർഫ്സുകൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ കണ്ടില്ലേ പ്ലൂറൽ മോർഫിം എസിൻ്റെ മോർഫ്സുകളാണ് സ, സ, ഇസ് എന്നുള്ളത്. അപ്പോൾ ഈ ഓരോ പർട്ടിക്കുലർ ഇതുപോലെ തന്നെ പല പർട്ടിക്കുലർ പിന്നെ മോർഫിമിനും ഇങ്ങനെ തന്നെ ഫോണീമിക് മോർഫ്സ് ഉണ്ടാവും, വേരിയൻസ് ഉണ്ടാവും. നമ്മൾ ഫോണീം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ ഫോണീമിൻ്റെ വേരിയൻസ്, അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അലോഫോൺസ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെയാണ് മോർഫോളജിയിൽ മോർഫീമിൻ്റെ വേരിയൻസിനെയാണ് അലോമോർഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അലോമോർഫ്സ് ഓർ മോർഫീം alternates. A morpheme is a group of one or more allomorphs which have the same meaning or grammatical function. ഇതിൽ ഇപ്പം പ്ലൂറൽ മോർഫീമിൻ്റെ എസ് ആണെങ്കിലും ഇസഡ് ആണെങ്കിലും ഒരേ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷനാണ്. എന്താണ് പ്ലൂറൽ ആണെന്നുള്ള ഒരേ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷനാണ്. പക്ഷേ അത് പിന്നെ പല തലത്തിൽ അല്ലെങ്കിൽ പല രൂപത്തിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വിച്ച് ഒക്കേഴ്സിൻ്റെ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഓർ എൻവയോൺമെൻറ്റിലാണ്. അതുകൊണ്ട് ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് നോൺ കോൺട്രാസ്റ്റിവ്ലി എന്ന് പറയും, ഓർ ദേ ഒക്കർ ഇൻ കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. നമ്മൾ അലോഫോൺസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ സ, ഇസഡ്, സ, ഇസ് ആ 3 allomorphs of a single morpheme, the plural morpheme, ഈ plural morpheme. Okay, we saw 3 allomorphs of the same plural morpheme S. One is S, next is Z, Z, and next is is. Okay, but there are other types. They are zero allomorphs. That means words like sheep, deer. See these words like sheep and deer. What's the peculiarity? What's the difference? Sheep and deer have the same forms as plural and singular. പ്ലൂറലും സിംഗുലറിനും ഒരേ വേർഡ് തന്നെയാണ്. ഷീപ്പ് തന്നെയാണ്, ഡിയർ തന്നെയാണ്.
But there is no marker, without any marker for the plural, so that the plural morpheme has no separate phonetic realization. It is called a zero allomorph. It is called a zero allomorph. It is noted as this one. Zero allomorphs. Okay. So it is called zero allomorph and symbolized as theta. Different plural allomorphs in English are listed later in this. Later, the ones just discussed will be represented as plural morpheme sir, z, is, and theta. Did you see this in the text? Yes. Zero allomorphine ഈ സിമ്പിളിൽ കാണിക്കുന്നത്. സീറോ അലോമോഫ്സ് അതിൽ ഒരു പ്രത്യേകിച്ചൊരു മാർക്കറും ഇല്ലാത്ത അലോമോഫ്സ്, അങ്ങനെയുള്ള വേരിയൻറ്റും, അതും പ്ലൂറൽ മോർഫ്യമായിട്ടുള്ള എസിൻ്റെ വേരിയൻ്റ് ആണ്, പക്ഷേ സീറോ അലോമോഫ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ദ റൂൾസ് ഗവേണിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി അലോമോഫ്സ് ഓഫ് ദ പൊസസീവ് എസ്. വേറൊരു പൊസസീവ് എസ് ഉണ്ടല്ലോ. അപ്പോൾ ഗേൾ അപ്പോസ്ട്രഫി എസ്, ഗേളിൻ്റെ, അല്ലെങ്കിൽ എന്താണ് ബോയ് അപ്പോസ്ട്രഫി എസ്, അത് പൊസസീവ് എസ് ആണ്. അതായത് പൊസസീവ് എസ് എന്ന് പറഞ്ഞാൽ ഇൻഡേ എന്നുള്ള ആ ഒരു മീനിങ് കാണിക്കുന്നതാണ്. അതും അതുപോലെ തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ടെൻസ് ഓഫ് ദ വെർബ്, ഇപ്പോൾ റൺസിലെ, അതുപോലെ സിറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള വെർബുകളില്ലേ, റൺസ്, സിറ്റ്സ്. ഓക്കെ, സിറ്റ്സ് പ്രസൻറ്റ് ടെൻസ് സിംഗുലർ വരുന്ന സിറ്റ്സ്, അതുപോലെ തന്നെ കിസ്സസ്, പെറ്റ്സ്. പൊസസീവ് പെറ്റിൻ്റെ എന്ന് കാണിക്കാൻ പെറ്റ് അപ്പോസ്ട്രഫി എസ് ആണ്, പക്ഷെ പെറ്റ്സ് പ്ലൂറലായിട്ട് കാണിക്കാൻ നമ്മൾ ആ എസ് തന്നെ അപ്പോസ്ട്രഫി ഇല്ലാതെ ഉപയോഗിക്കുന്നു. ലെഗിൻ്റെ എന്ന് കാണിക്കാനായിട്ട് പൊസസീവിന് കാണിക്കാൻ അപ്പോസ്ട്രഫി എസ് ആണ്, മറ്റേത് പ്ലൂറലായിട്ട് കാണിക്കുമ്പോൾ ലെഗിൻ്റെ കൂടെ ഇസഡ് ചേർക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ദേ ആർ ഐഡൻറ്റിക്കൽ ടു ദോസ് ഓഫ് ദ പ്ലൂറൽ എസ് ജസ്റ്റ് ഡിസ്കസ്. നമ്മളിപ്പോൾ പറഞ്ഞ ആ പ്ലൂറൽ എസ് ഇല്ലേ, എസ് സെഡ് ഐ എസ് സെഡ്, അതുമായിട്ട് ഐഡൻറ്റിക്കലാണ്, ഒരേപോലെ തോന്നുന്നതാണ്, പക്ഷെ അത് വേറെ മീനിങ് ആണ് അല്ലേ. പെറ്റ് അപ്പോസ്ട്രഫി എസ് ആണ്, പെറ്റിൻ്റെ എന്നുള്ളതാണ്. പെറ്റ്സ് വേറെ പ്ലൂറലാണ്. അതുപോലെ തന്നെ ഗ്ലാസ് അപ്പോസ്ട്രഫി എസ് ആണ്, പക്ഷേ ഗ്ലാസസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തില്ലേ, ഗ്ലാസസ്. ഓക്കെ, അതാണ്. അപ്പോൾ അനദർ എക്സാമ്പിൾ of allomorphic variation in English is a past tense morpheme represented in spelling mostly by D, ED, and the past tense morpheme is realized as ID. When the preceding sound is past tense morpheme ആണ് D എന്നുള്ളത് അല്ലേ, ഇഡ് എന്നുള്ളത്. ഇപ്പം നമ്മൾ വെയിറ്റഡ് നമ്മൾ ചില ഇ ഡി ചേർക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡി അല്ലെങ്കിൽ ഇ ഡി അല്ലെങ്കിൽ എന്താണ് ഇ ഡി ആണല്ലോ ചേർക്കുന്നത്. പാസ്റ്റ് ടെൻസ് മോർഫിയം കാണിക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന ഏതാണ്? ഈ ഇ ഡി അല്ലേ, ഇ ഡി ആണ് ചേർക്കുന്നത്. അപ്പോൾ ചിലതിന് വ്യത്യാസമുള്ളത് ഇ ഡി ചേർക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രൊസീഡിങ് സൗണ്ട് ട് ഓർ ഡ എന്നാണ് എങ്കിൽ അവിടെ നമ്മൾ വെയിറ്റഡ്, ഐ ഡി, ഇ ഡ്, ഇത് ഇ എന്നുള്ള സൗണ്ട് അല്ലേ, വെയിറ്റഡ്, ഇ കണ്ടില്ലേ, വെയിറ്റഡ്. ഓക്കെ, വെയിറ്റഡ്, ഇ എന്നുള്ള സൗണ്ട്. നെക്സ്റ്റ്, അപ്പോൾ പ്രൊസീഡിങ് സൗണ്ട് ടി, ട് ഓർ ഡ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് വെൻ ദ പ്രൊസീഡിങ് സൗണ്ട് ഈസ് ട് ഓർ ഡ നമ്മൾ ചേർക്കുന്നത് ഇഡ് എന്നുള്ള സിമ്പിളാണ്. അപ്പോൾ പെറ്റിഡ്, വെയിറ്റഡ് എന്നാണ്. ഓക്കെ, അത് പ്രൊസീഡിങ് സൗണ്ട്. നോക്കി, പ്രൊസീഡിങ് സൗണ്ടായിട്ട് ഇതാണ് പ്രൊസീഡിങ് സൗണ്ട് ട്. അത് ഇവിടെ ടി ആണെങ്കിൽ നമ്മൾ വെയിറ്റഡ്, ടി ആണെങ്കിലും ഡി ആണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ വേറെ നമ്മൾ ചേർക്കുന്ന ഡി മാത്രമായിട്ട് ചേർക്കും. അതെപ്പോഴാണ്? ബെഗ്. ഓക്കെ, നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബെഗ്ഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതെപ്പോഴാണ്? അത് വോയിസഡ് സൗണ്ട് വരുമ്പോൾ, പ്രൊസീഡിങ് സൗണ്ട് വോയിസഡ് സൗണ്ട് വരുമ്പോൾ, എക്സെപ്റ്റ് ഡി അല്ലാണ്ട് പ്രൊസീഡിങ് സൗണ്ട് വോയിസഡ് സൗണ്ട് വരുമ്പോൾ നമ്മൾ ബെഗ്ഡ് എന്നാണ് ചേർക്കുന്നത്. When the preceding when the sound is preceded by D voiced sound except D, it is begged. കണ്ടോ, ഡ എന്നാണ് ചേർക്കുന്നത്. Did you see that? നമ്മൾ പാസ്റ്റ് ടെൻസ് മോർഫിം ഇഡ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. വെയിറ്റഡ് എന്നാണ്, വെയിറ്റഡ് എന്നല്ല, വെയിറ്റഡ്, ഇഡ് എന്നാണ്. അങ്ങനെ ഇഡെന്ന് പ്രൊനൗൺസ് ചെയ്യണമെന്ന് എങ്ങനെയുള്ളതിനാണ് കണ്ടീഷൻസ് ആണ്? അതിനു മുമ്പ്
ടിയോ ഡിയോ ആണെങ്കിൽ നമ്മൾ ഇഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുപോലെ ഡ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് എപ്പോഴാണ്? വോയിസ്ഡ് സൗണ്ട് ആണെങ്കിൽ. പക്ഷേ ഡ വോയിസ്ഡ് ആണ്, പക്ഷെ അത് നമ്മൾ അക്സെപ്റ്റ്. അതർ ദാൻ ഡ അല്ലാണ്ട് മറ്റ് വോയിസ്ഡ് സൗണ്ട്സ് വരുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ ഗ വോയിസ്ഡ് ആണല്ലോ, അപ്പം നമ്മൾ ബെഗ്ഡ് എന്നാണ് കണ്ടോ, ബെഗ്ഡ് എന്നല്ല ബെഗ്ഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി ട് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന പാസ്റ്റ് ടെൻസ് ഉണ്ട്. അതായത് കിക്ക്, ഇടിയാണ് ചേർക്കുന്നത് എല്ലാത്തിലും, പക്ഷെ നമ്മൾ കിക്ഡ് എന്നാണ് പറയുന്നത്. നോട്ട് കിക്കിഡ് എന്നും അല്ല, കിക്ഡ് എന്നും അല്ല, കിക്ഡ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കിക്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കിക്ഡ് ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അതെങ്ങനെയാണ്? വോയിസ്ലെസ് സൗണ്ട് ആണ് വന്നെങ്കിലാണ് അതിന് മുമ്പിൽ നമ്മൾ ടേന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. ടേന്ന് പാസ്റ്റ് ടെൻസ് ടേന്ന് ഉള്ള മോർഫിം വരുന്നത് വോയിസ്ലെസ് സൗണ്ട്സിനാണ്. എക്സെപ്റ്റ് ട് വോയിസ്ലെസ് ആണ്, പക്ഷെ ട് വരുമ്പോൾ നമ്മൾ ഈ ടേന്ന് നമ്മൾ ഉപയോഗിക്കില്ല, പ്രൊനൗൺസ് ചെയ്യില്ല. ട് ഒഴിച്ചുള്ള ബാക്കി വോയിസ്ലെസ് സൗണ്ട്സ് കണ്ടോ, ക വോയിസ്ലെസ് അല്ലേ, ക വന്നപ്പോൾ നമ്മൾ കിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസ് ഇഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇ ഡിയുടെ പല മോർഫീംസ് ആണ് നമ്മൾ കണ്ട്. ഇഡ്ന്ന്, ഡേന്ന്, ടേന്ന്, ഇഡ്ന്ന്. പക്ഷെ വേറെ ഒരെണ്ണമുണ്ട്. ഏതാണ്? നമ്മൾ ആ സീറോ ഒലോമോപ്സ് പറഞ്ഞ മാതിരി തന്നെ പാസ്റ്റ് ടെൻസിലും ഉണ്ട് നമ്മൾ ഒരു മാറ്റവും ഇല്ലാത്ത, പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാലും ഒരു മാറ്റവും ഇല്ലാത്ത. ഏതാണ്? കട്ടിന് കട്ടെന്ന് തന്നെ നമ്മൾ പറയുന്നത് പാസ്റ്റ് ടെൻസിൽ. പുട്ട്, കട്ട്, ഷർട്ടൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് വേരിയൻസ് ആണ് ഈ പാസ്റ്റ് ടെൻസ് മോർഫിമിലുള്ളത്. നമ്മൾ ആദ്യം പ്ലൂറൽ മോർഫിമിൽ പറഞ്ഞ വേരിയൻസ് ഇല്ലേ, എസ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ പാസ്റ്റ് ടെൻസ് മോർഫിമിലുള്ള വേരിയൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോ അലോമോപ്സുകളാണ്. So the allomorphs also occur non-contrastively or in complementary distribution like the allophones, where one occurs, another cannot. Thus where it occurs, t or d cannot. In the speech of non-native speakers, they are often interchanged, but since the allomorphs have the same meaning, this will not affect intelligibility. Thus, as in the case of allophones, allomorphs too may vary freely. Allophones freely vary, നമ്മൾ ഫ്രീ വേരിയേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ മോർഫിംസും അല്ലെങ്കിൽ അലോമോർഫ്സും ഫ്രീലി ആയിട്ട് വേരി ചെയ്യും. അതിനെയാണ് ഫ്രീ ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് അലോമോർഫ്സ് ഒക്കറിങ് ഇൻ സെയിം കോണ്ടെക്സ്റ്റ്. അതിനെയാണ് ഫ്രീ ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. So the relationship between morph, allomorph and morpheme is similar to the relation between phone, allophone and phoneme. Okay, next ആണ് വേറൊരു ടൈപ്പ് ഓഫ് മോർഫീം ഉണ്ട് നമ്മൾ പഠിക്കുന്നത്, പോർട്ട്മാൻറ്റോ മോർഫീം. What are portmanteau morphemes? See, portmanteau morphemes, they are single morph which is representing 2 or more underlying morphemes. രണ്ട് മീനിങ്ങിൽ 2 മോർഫീംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, പക്ഷേ ഒരു സിംഗിൾ മോർഫാണ്. അങ്ങനെയുള്ളതിനാണ് പോർട്ട്മാൻറ്റോ മോർഫ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും. സോ പോർട്ട്മാൻറ്റോ മോർഫ് ഈസ് എ ഫോണോളജിക്കൽ സീക്വൻസ്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, can write it. Phonological sequence that cannot be analyzed into smaller units in terms of form, but has 2 or more distinct components in terms of meaning. അതായത് ഫോണോളജിക്കൽ സീക്വൻസ് ആണ്. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ വീണ്ടും മനസ്സിലാക്കാം. നോക്കൂ, എക്സാമ്പിൾ ബ്രഞ്ച്. നമുക്കറിയാം ബ്രഞ്ച് ഒരു ഫോണോളജിക്കൽ സീക്വൻസ് ആണ്, പക്ഷെ അതിൽ 2 മോർഫിംസ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെയും കൂടെ അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് 1000 മീനിങ് വരുമ്പോഴാണ് നമ്മൾ ബ്രഞ്ച് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 2 മീനിങ്ങും ഇതിൽ വരുന്നു. സ്മോക്ക് പ്ലസ് ഫോഗാണ് സ്മോഗ് ഒരുമിച്ച് വരുന്നത്. ഒരു വേർഡ് ഫോർമേഷനിലുള്ളൊരു ഡെറിവേഷൻ കൂടിയാണ് ഇങ്ങനെ 2 കൂടെ ഒരുമിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് പോർക്ക്, സ്പൂൺ പ്ലസ് ഫോർക്ക്, 2 മോർഫിംസ് ആണ് കണ്ടോ, റെപ്രസെൻറ്റിംഗ് 2 or more അണ്ടർലൈൻ മോർഫിംസ്, ബട്ട് സിംഗിൾ മോർഫായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പോൾ അതാണ് പോർട്ട്മാൻറ്റോ മോർഫിംസ്. അതൊരു ഫോണോളജിക്കൽ സീക്വൻസ് ആണ്, പക്ഷേ കനോട്ട് ബി അനലൈസ്ഡ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് ആയിട്ട്. ഇപ്പോൾ ബ്രഞ്ചിനെ ഇഞ്ച് എന്ന് പറഞ്ഞ യൂണിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മീനിങ് കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മീനിങ്ങിൽ ഇറ്റ് വാസ് 2 or more ഡിസ്റ്റിങ്ക്റ്റ്
components in terms of meaning. So spoke, smoke kind of example. Okay. Next, conditioning. A phenomenon is said to be conditioned when it occurs in certain definable context or environments. That is, when certain conditions are fulfilled. We already learned that plural allophones in the guide plural s ആണെങ്കിൽ ചിലപ്പം s ചിലപ്പോൾ z ചിലപ്പോൾ iz വരും അല്ലേ. പ്ലൂറൽ മോർഫിം s z iz വരും. ദാറ്റ് മീൻസ് ഇറ്റ് ഫോണോളജിക്കലി കണ്ടീഷൻഡ് എന്നാണ്. അപ്പോൾ അങ്ങനെ ചില കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പ്രൊസീഡിങ് ഓർ നെയ്ബറിങ് ഫൊണീം അനുസരിച്ച് അതിന് വ്യത്യാസം വരും. പ്രൊസീഡിങ് ഫൊണീം ടി ആണെങ്കിൽ ഡി ആണെങ്കിൽ ഇസഡ് വരുന്ന കാര്യം ഇസ് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. സോ വി മേ therefore say that these allomorphs are phonologically conditioned. The occurrence of allomorphs is not always phonologically conditioned. They may be morphologically conditioned. And then morphologically conditioned means in such cases the selection of an allomorph is determined by the specific morpheme or morphemes forming the context rather than by any phonological context. അതായത് മിക്കവാറും നമ്മൾ പറഞ്ഞത് ഇപ്പം നെയ്ബറിങ് ഫൊണീം പ്രൊസീഡിങ് ഫൊണീം ഏതാണ് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞു. ചിലത് അങ്ങനെയാണ് ചിലത് ഇങ്ങനെയാണെന്ന് അല്ലേ. അതിൽ അല്ലാതെ ഈ ഫോണോളജിക്കലി കണ്ടീഷൻഡ് ആയിട്ടുള്ള ആ കണ്ടീഷൻ അനുസരിക്കാതിരിക്കുന്ന ചില മോർഫോളജിക്കൽ കണ്ടീഷൻഡ് ആയിട്ട്, അതായത് മീനിങ് മാത്രം നോക്കിയിട്ട് മനസ്സിലാക്കുന്ന ചില ഉണ്ട്. അതാണ് മോർഫോളജിക്കലി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഇൻസ്റ്റൻസ് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ദ പ്ലൂറൽ ഓഫ് ഓക്സ്. ഓക്സിൻ്റെ പ്ലൂറൽ എന്താണ്? ഓക്സൺ ആണ്. ശരിക്കും എക്സ് വരുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ബോക്സിനൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? ഓക്സിൻ്റെ പ്ലൂറൽ നമ്മൾ ഓക്സൺ ആണ്. പക്ഷെ ബോക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബോക്സസ് അല്ലേ പറയാറ്. ബോക്സ്, ഫോക്സ്, ഫോക്സസ്, അതായത് ഇസ് എന്നുള്ള ഐസഡ് ഇതാണ് വരുന്നത് അല്ലേ. പക്ഷെ ചൈൽഡ് ചിൽഡ്രൻ ആണ്. സാധാരണ ഡി വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യാറ് അല്ലേ. കാർഡ്, കാർഡ്സ് എന്നൊക്കെയാണ്. പക്ഷേ ചൈൽഡിനും ഓക്സിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ ചിലത് ഇപ്പം നേറ്റീവ് സ്പീക്കർ ഓട്ടോമാറ്റിക്കലി മേക്സ് ദി സെലക്ഷൻ. അത് ഓക്സ് വരുമ്പോൾ അതിൻ്റെ ബഹുവചനം അല്ലെങ്കിൽ പ്ലൂറൽ ഓക്സൺ ആണെന്ന് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിറ്റർമിൻഡ്. അത് ഒരു ഫോണോളജിക്കൽ കണ്ടീഷൻ്റെ അല്ല. കാരണം അതിന് തൊട്ട് മുമ്പുള്ള ഫൊണീമിനനുസരിച്ച് വ്യത്യാസമൊന്നും അതിന് വരണില്ല. അങ്ങനെ ഫൊണോളജിക്കലി സിമിലർ വേർഡ്സ് ആയിട്ടുള്ളതാണ്. പക്ഷേ ബോക്സും ഫോക്സും ഒക്കെ അതൊക്കെ കെ എസ് വെച്ചിട്ട് അവസാനിക്കുന്നു അല്ലേ, എക്സ് വെച്ചിട്ട് അവസാനിക്കുന്നു. അത് അവസാനം അതിൻ്റെ അലോമോർഫ് ഇസ് ആണ്, ഐസഡ് ആണ് വരുന്നത്. പക്ഷേ the peculiarity rests in the morpheme ox as a morpheme and hence the allomorph is said to be morphologically conditioned. അപ്പോൾ ചിൽഡ്രനും ബ്രദറിനും എല്ലാം ബ്രദറൻ അതെല്ലാം മോർഫോളജിക്കലി കണ്ടീഷൻഡ് ആണ്. ഓക്കെ.